കർണാടകയിലെ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി റാഗിങ്ങിനിരയായ കേസിൽ 2 മലയാളി വിദ്യാർത്ഥിനികൾ പ്രതികൾ. കൊല്ലം സ്വദേശിനി ലക്ഷ്മി, ഇടുക്കി സ്വദേശിനി ആതിര എന്നിവരാണ് പ്രതികൾ. സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, മെയ് 9 നടന്ന സംഭവമാണ്. മാധ്യമങ്ങളുടെ ഇടപെടലോടുകൂടിയാണ് ഇത്രയേറെ ആളുകൾ അറിഞ്ഞതും ഇപ്പോൾ പ്രതി എന്ന രീതിയിൽ 2 പേർ വിളിച്ചതായിരിക്കുന്നതും. എന്താണ് ഇവരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ, മറ്റു വിവരങ്ങളും? സിജു. സൗമ്യ, കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ വെച്ച് മലയാളി വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയ സംഭവത്തിൽ അതിന് പിന്നിൽ മലയാളി വിദ്യാർത്ഥികളാണെന്ന വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പെൺകുട്ടി ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. മെഡിക്കൽ കോളേജ് പോലീസും സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ വിദ്യാർത്ഥി നൽകുന്ന മൊഴി അനുസരിച്ച് 2 മലയാളി വിദ്യാർത്ഥികളെ പ്രതി ചേർക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത്. ഇടുക്കി സ്വദേശി ആതിര, കൊല്ലം സ്വദേശിനി ലക്ഷ്മി എന്നിവരെയാണ് ആ കേസിൽ പ്രതി ചേർക്കുന്നത്. കഴിഞ്ഞ മെയ് 9 ഈ ദലിത് വിഭാഗത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയെ ഫിനോയിൽ ലായനി കുടിപ്പിക്കുകയായിരുന്നു. അതേ തുടർന്ന് അന്നനാളം വെന്തുരുകിയ നിലയിൽ പെൺകുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന വാദവുമായി കഴിഞ്ഞ ദിവസം കോളേജ് പ്രിൻസിപ്പൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോഴും ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴും ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടില്ലെന്നും റാഗിങ്ങിന് ഇരയാകുകയായിരുന്നു എന്ന കാര്യമാണ് പറയുന്നത്. നിലവിൽ പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നഴ്സിംഗ് കോളേജിൽ പോയത്. നിലവിൽ വായ്പ എടുത്താണ് ഇത്തരത്തിൽ പഠനം നടത്താൻ പോയത്. അതുമായി ബന്ധപ്പെട്ട് 5 ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയുണ്ട്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാദമെല്ലാം തെറ്റാണ് എന്നാണ് പെൺകുട്ടിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ കേസ് പിന്നീട് കർണാടക പോലീസിന് കൈമാറാനാണ് തീരുമാനം. സൗമ്യ, ഒപ്പം തന്നെ സിജു, ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? പൂർണ്ണമായും ഭേദമാകാതെ തന്നെയാണ് പെൺകുട്ടിയെ കർണാടകയിൽ നിന്നും അയച്ചത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ്? സൗമ്യ, പെൺകുട്ടിയുടെ ആരോഗ്യനില അതേ നിലയിൽ തുടരുകയാണ്. 5 ദിവസത്തോളം കർണാടകയിലെ ആശുപത്രിയിൽ ICUവിലായിരുന്നു. പിന്നീട് അപകടനില തരണം ചെയ്തു എന്ന് പറയാം. എങ്കിലും അന്നനാളം ഈ ഫിനോയിൽ കുടിപ്പിക്കുക വഴി അന്നനാളം വെന്തുരുകിയ നിലയിലായിരുന്നു. ആ സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ കുട്ടിക്ക് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ സ്ഥിതി തന്നെ തുടരുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. കഴുത്തിൽ ഒരു ട്യൂബ് വഴി ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് ഇപ്പോൾ വിദ്യാർത്ഥിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അന്നനാളം വെന്തുരുകയും അതോടൊപ്പം ചുരുങ്ങിപ്പോവുകയും ചെയ്ത ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സൗമ്യ. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ വധക്കേസിൽ പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അമീറുൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നതെന്നും തുടരും. ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ചാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത്. തിരിച്ചറിയൽ പരേഡും തെളിവെടുപ്പും ഉൾപ്പെടെയുള്ള നടപടികളിൽ പോലീസ് ഉടൻ തീരുമാനമെടുക്കും. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് തത്സമയം. ഉമേഷ്, എപ്പോഴേക്കായിരിക്കും ഇത് നടക്കുക? മറ്റു വിവരങ്ങൾ? സൗമ്യ, ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതി അമീറുൽ ഇസ്ലാം ഇപ്പോഴും ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇനി വേണ്ടത് തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ളവ നടത്താനുണ്ട്. കാരണം നേരത്തെ മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ ജില്ലാ ജയിലിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്തിയപ്പോൾ ഒരു സാക്ഷി മാത്രമാണ് വന്നത്. പ്രതിയെ തിരിച്ചറിയുകയും ചെയ്തു. ഇത് അയൽവാസിയാണ്. എന്നാൽ മറ്റ് ചിലർക്ക് കൂടി അന്ന് പോലീസ് സമൻസ് അയച്ചിരുന്നു. അതായത് പ്രധാനമായും ഈ പ്രതി അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമ, അമീർ ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമ, ഇയാളുടെ മറ്റ് സുഹൃത്തുക്കൾ, മുറിയിലൊപ്പം താമസിച്ചിരുന്ന മറ്റ് സുഹൃത്തുക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ തിരിച്ചറിയൽ പരേഡിനായി അന്ന് വിളിപ്പിച്ചിരുന്നെങ്കിലും അവർ ഒന്നും എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഈ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ളൊരു തീരുമാനം പോലീസിനുണ്ട്. ആദ്യം അതായിരിക്കും പോലീസ് നടത്തുക. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. 10 ദിവസത്തേക്കാണ് അമീറുൽ ഇസ്ലാമിനെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പരമാവധി വേഗം ഈ നടപടികളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ളവ പരമാവധി വേഗം പൂർത്തിയാക്കി തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കും. അത് പെരുമ്പാവൂരിൽ ജിഷ കൊല്ലപ്പെട്ട വീടിന് സമീപം മാത്രമല്ല, അന്യസംസ്ഥാന ഇയാൾ ഒളിവിൽ പോയി എന്ന് കരുതുന്ന കൊണ്ട് എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കൂടാതെ കാഞ്ചീപുരത്ത് നിന്ന് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തും ഇയാളെ എത്തിച്ച തെളിവെടുക്കണം. അപ്പോൾ തെളിവെടുപ്പ് നടപടികളും വലിയ നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരമാവധി വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കൊലയ്ക്കുപയോഗിച്ച ആയുധവും ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടില്ല. ഈ ആയുധവും കണ്ടെടുക്കണം. അതും ഈ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളുടെ ഭാഗമായി തന്നെയായിരിക്കും അതും ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ പോലീസ് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊലപാതകത്തിൻ്റെ ചുരുളുകൾ സംബന്ധിച്ച് കൂടുതൽ ഇനിയും
കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് ഇനിയും പോലീസിനെ പിടികിട്ടേണ്ടതുണ്ട്. മാത്രമല്ല ഇയാളുടെ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നെങ്കിലും ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം ഒളിപ്പിക്കുന്നതിനോ മറ്റോ ഇത്തരത്തിലുള്ള സഹായം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ഇപ്പോൾ അമീറുലിനെ ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ തന്നെ പാർപ്പിച്ചു വരികയാണ്. ഇവിടെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഉമേഷ്, അവിടെ ഏറ്റവും പ്രധാനമായുള്ളത് ആദ്യം മുതൽക്കേ തന്നെയും ഒരു ആശങ്ക ഉള്ളത് ഈ തെളിവെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ജിഷയുടെ വീട്ടിലടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. ഇയാൾ പോയ വഴികളിലെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അവിടേക്ക് സുരക്ഷയുടെ പ്രശ്നം ഒരു ഭാഗത്തുണ്ട്. മറ്റ് തിരിച്ചറിയൽ പരേഡിനും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും ഇയാളെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും മറികടക്കുക? അത്തരത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണ് DGPയുടെ ഒക്കെ നേതൃത്വത്തിലായാൽ തന്നെ നടക്കുന്നത്? തീർച്ചയായും അത്തരം നടപടികളിലേക്ക് പോലീസിന് വളരെ സുരക്ഷ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് അത്തരം നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ഈ പ്രത്യേക അനുമതി പോലീസ് ഇന്നലെ കോടതിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതായത് അന്വേഷണ നടപടികൾ തന്നെ അന്വേഷണം നടക്കുമ്പോൾ തന്നെ ഈ പ്രതിയുടെ മുഖം വെളിവാക്കാതിരിക്കാൻ ഉള്ള പ്രത്യേക അനുമതി പോലീസ് നേടിയിട്ടുണ്ട്. കാരണം ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇതുവരെ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് അത്തരമൊരു അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഇത്തരത്തിൽ മുഖം മറച്ചുകൊണ്ട് തന്നെ നടത്താൻ അനുവദിക്കണം എന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മുഖം മറച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെളിവെടുപ്പ് നടത്തുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷ പോലീസിന് ഒരുക്കേണ്ടതുണ്ട്. കാരണം ജനങ്ങൾ അക്രമാസക്തരാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചും ഈ കൊലപാതകം നടന്ന സ്ഥലത്തും മറ്റും ഇയാളെ എത്തിക്കുമ്പോൾ ജനങ്ങൾ ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതിയായ സുരക്ഷ ഒരുക്കി വിലയിരുത്തിയ ശേഷം മാത്രമാകും അത്തരത്തിൽ തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുപോവുകയുള്ളൂ. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തന്നെയാണ് തുടരുന്നത്. ഒരുപക്ഷെ ഈ തിരിച്ചറിയൽ പരേഡ് ഈ കസ്റ്റഡിയിൽ ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് തന്നെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് എന്നാണ് കരുതുന്നത്. എന്നാൽ ഇതെല്ലാം പോലീസിൻ്റെ തീരുമാനങ്ങളാണ്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രമാണ് ഇത് ചെയ്യുക. ഇത് മാധ്യമങ്ങളായി പങ്കുവയ്ക്കുക അല്ലെങ്കിൽ അത്തരം ഒരു നടപടി ഉണ്ടാവുകയില്ല. കാരണം അതീവ രഹസ്യമായി തന്നെ ആയിരിക്കും പോലീസ് ഇതെല്ലാം നിർവഹിക്കുക. എന്തുതന്നെയായാലും സാധാരണ നടപടി അനുസരിച്ച് ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുക എന്ന് തന്നെയാണ് കരുതുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിയെ ഇന്നും ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ തെളിവെടുപ്പും തിരിച്ചറിയൽ പരേഡും ഒക്കെ തന്നെയും ഇനി നടക്കേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയം അന്വേഷിക്കാൻ KPCC നിയോഗിച്ച സമിതി തിരുവനന്തപുരം ജില്ലയിലെ തെളിവെടുപ്പ് ഇന്ന് നടത്തും. നേമമണ്ഡലത്തിൽ വൻതോതിൽ വോട്ട് കുറഞ്ഞത് പ്രത്യേകം പരിശോധിക്കാനാണ് സമിതിയുടെ തീരുമാനം. സ്ഥാനാർത്ഥികൾ, KPCC അംഗങ്ങൾ, DCC അംഗങ്ങൾ തുടങ്ങിയവരിൽ നിന്നും തെളിവെടുക്കും. KPCC ട്രഷറർ ജോൺസൺ അബ്രഹാമാണ് സമിതി കൺവീനർ.